ഇതാണ് നമ്മുടെ കഥാനായകൻ ഗിൽഗു. ജോലി നഷ്ടമായിരിക്കുന്നു, പ്രത്യേകിച്ച് ഒരു അംബീഷനുമില്ല. കുറച്ചു കാലമായി സ്റ്റേറ്റ്സിലുള്ള മാതാപിതാക്കളുടെ ചിലവിലാണ് കഴിയുന്നത്. അങ്ങനെ ബോറിംഗ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ലേറ്റ് നൈറ്റിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഗിൽഗു ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നത്. അവൾ ഒരു മാലാഖയെ പോലെ ഇരിക്കുന്നുവെന്ന് അവൻ കൂട്ടുകാരനോട് പറയുന്നുമുണ്ട്. അന്നേ ദിവസം ലേറ്റ് നൈറ്റിൽ മദ്യപിച്ച് ലിഫ്റ്റിൽ കയറി അവനെ അതേ പെൺകുട്ടി ആക്രമിക്കുന്നു. ഇവളുടെ പേര് സോഞ്ചി. ഗിൽഗുവിന്റെ തൊട്ടു താഴെ അപ്പാർട്ട്മെന്റിൽ പുതിയതായി താമസിക്കാൻ എത്തിയതാണ് സോഞ്ചിയും കുടുംബവും. പിറ്റേ ദിവസം കാര്യം എന്തെന്നറിയാൻ അവൻ അവളുടെ പുതിയ ബേക്കറിയിലേക്ക് പോകുന്നു. എന്നാൽ രാത്രിയിൽ തന്നോട് പെരുമാറിയ പോലെ ആയിരുന്നില്ല അവൾ. യാതൊന്നും സംഭവിക്കാതെ കടയിലെത്തിയ കസ്റ്റമർ എന്ന നിലയ്ക്ക് മാത്രമാണ് അവൾ പെരുമാറിയത്. അന്നേ ദിവസം രാത്രി സോഞ്ചിയെ അച്ഛൻ വലിച്ചുകൊണ്ട് പോകുന്നത് അവൻ കണ്ട് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അവൻ മനസ്സിലാക്കുന്നു അവൾ രാത്രിയിൽ മറ്റൊരാളായി മാറുന്നുവെന്ന്. പുതിയ വേഷത്തിൽ വ്യത്യസ്തമായി പെരുമാറുന്ന ഒരാൾ. ആ സാഹചര്യത്തിലാണ് ലിഫ്റ്റിൽ കണ്ടതെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒന്നുമല്ല, മറിച്ച് ചെറുപ്പം മുതൽക്കേ അവളെ പിന്തുടരുന്ന ഒരു ബാധയാണെന്ന് സോഞ്ചിയുടെ അച്ഛൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. തുടർന്ന് അവളെ സഹായിക്കാമെന്ന് അവൻ നിൽക്കുന്നതും ആ ബാധയെ ഒഴിവാക്കാൻ ഗിൽഗു നടത്തുന്ന ശ്രമങ്ങളും അവരിലുണ്ടാകുന്ന അടുപ്പവും മുന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളും തമാശകളും ഒക്കെ കഥ മുന്നോട്ട് പോകുന്നു. സിനിമയുടെ പേര് പ്രെറ്റി ക്രേസി. നായികമാരുടെ പ്രകടനവും നർമ്മ സന്ദർഭങ്ങളുമൊക്കെ ആസ്വാദകനെ തൃപ്തിപ്പെടുത്തുന്നവയാണ്.